സോ ഞാൻ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഇട്ടുകൊണ്ട് പോകാം, അല്ല ഫംഗ്ഷൻസിന് വേണമെങ്കിലും ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇട്ടുകൊണ്ട് പോകാം. അത്യാവശ്യം നല്ല പ്രസന്റബിൾ ആയിട്ടുള്ളൊരു സിമ്പിൾ ലുക്കാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ മേക്കപ്പിന് മുന്നേ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്കിൻ കെയർ ആണ്. അപ്പോൾ സ്കിൻ കെയർ നന്നായിട്ട് ചെയ്തതിന് ശേഷം മാത്രം മേക്കപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് മോയ്സ്ചറൈസർ, സൺസ്ക്രീനും എന്തായാലും മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുക. സൺസ്ക്രീൻ രാവിലെ ആണെങ്കിൽ, രാത്രിയാണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണ്ട. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് പ്രൈമർ ഞാൻ ഡെയിലി ബേസിസിൽ അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പ്രൈമർ അപ്ലൈ ചെയ്യുന്നില്ല. സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോസ് എപ്പോഴും കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഡാർക്ക് സർക്കിൾസും പിന്നെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ കൺസീൽ ചെയ്യാണ്. സോ അതുപോലെ തന്നെ ഇന്നും ചെയ്യാണ്. ഞാൻ ഈ ഒരു ഇൻസൈറ്റിൻ്റെ കൺസീലറാണ് എടുത്തത്. ഈ ഒരു കൺസീലർ യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് ലൈറ്റായിട്ട് കൺസീൽ ചെയ്യും. ഒട്ടും ഹെവി അല്ല, വളരെ ലൈറ്റായിട്ട് കുറച്ച് എമൗണ്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ബ്രഷാണ് എടുത്തത്. ഞാൻ ഈ എടുത്തിരിക്കുന്ന കൺസീലർ എന്ന് പറയുമ്പോൾ എൻ്റെ സ്കിൻ ഷെയ്ഡിനെ കാട്ടിയും ഒരു ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള കൺസീലറാണ്. അതാണ് ഞാൻ എൻ്റെ ഈ ഡാർക്ക് സർക്കിൾസും പിഗ്മെൻറ്റേഷൻസും ഒക്കെ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒട്ടും ധൃതി വെക്കേണ്ട, പയ്യെ ഇങ്ങനെ ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോൾ ഇങ്ങനെ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം, ഒരു 10 സെക്കൻഡ്സ് എങ്കിലും ആ കൺസീലർ അവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിങ്ങനെ സെറ്റ് ആവും. എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു ഹൈ കവറേജ് കിട്ടും. സോ ബ്രഷിൽ ബാക്കിയുള്ള പ്രോഡക്റ്റ് ഞാൻ എൻ്റെ ഫോർ ഹെഡിലും കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ജസ്റ്റ് ടാൻഡായിട്ട് ഫോർ ഹെഡ് കുറച്ചൊന്ന് വേറൊരു ഈ ഒരു ഫേസിൻ്റെ ഈ ഒരു ഷെയ്ഡിനെ കാട്ടിയും കുറച്ചൊന്ന് ഡാർക്കറാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പ്രോഡക്റ്റ് ഒന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ആ ഒരു ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളും ഒക്കെ കൺസീൽ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷനിലോട്ട് പോവാം. ഭയങ്കര സിമ്പിളായിട്ട് വെക്കണം ഈ ബേസ് മേക്കപ്പ്. സോ അതാണല്ലോ ഒരു മിനിമൽ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഫൗണ്ടേഷൻ എടുത്തിട്ട്, ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഫേസസിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ്. സോ ഫൗണ്ടേഷൻ എടുത്തിട്ട് നമ്മൾ ഈ കൺസീൽ ചെയ്തല്ലോ, ആ ഒരു കൺസീൽ ചെയ്തതിൻ്റെ എൻഡ് പോർഷൻസിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ കൺസീൽ ചെയ്തപ്പോൾ ഡാർക്കർ ഷെയ്ഡ് കൺസീലറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ ഷെയ്ഡും കൺസീലറുമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ ഡാർക്കറും ഇവിടെ ലൈറ്ററും. അപ്പോൾ അതൊന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിൻ ഷെയ്ഡിലുള്ളൊരു ഫൗണ്ടേഷൻ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും അപ്ലൈ ചെയ്താൽ മതി. ഇനി ഒരു ബ്രഷാണ് ഞാൻ എടുക്കുന്നത്. ബ്യൂട്ടി ബ്ലെൻഡർ ഞാൻ എടുക്കാത്തതെന്ന് വെച്ചാൽ, ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ കുറച്ച് പ്രോഡക്റ്റ് അങ്ങ് അബ്സോർബ് ചെയ്യും. ആകെ നമ്മൾ കുറച്ച് ഫൗണ്ടേഷൻ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് ബ്ലെൻഡ് ചെയ്താൽ കുറേ പ്രോഡക്റ്റ് അത് അബ്സോർബ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഈ ഒരു ബ്രഷ് എടുത്തത്. ആകുമ്പോൾ ഈ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ തന്നെ കിട്ടും. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഫേസിൻ്റെ ഔട്ടർ പോർഷനിലോട്ട് ഡ്രാഗ് ചെയ്ത് ആ കൺസീൽ ചെയ്ത പോർഷനിലേക്കും കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് അപ്ലൈ ചെയ്യാം വേണമെങ്കിൽ. പക്ഷേ ഈ കൺസീൽ ചെയ്ത പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കളർ കറക്റ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. അതായത് ഓറഞ്ച് കളർ കറക്റ്റർ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് മിക്സ് ആയാലും വലിയ പ്രശ്നമല്ല. എന്നാലും ഇങ്ങനെ ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതായിരുന്നു ബെറ്റർ. ബ്രഷിലുള്ള ആ ഒരു എക്സ്ട്രാ പ്രോഡക്റ്റാണ് ഈ ഒരു ഫോർ ഹെഡിൽ അപ്ലൈ ചെയ്തത്. അല്ലാണ്ട് ഞാനൊന്നും എടുത്തിട്ടില്ല. കുറച്ച് എമൗണ്ട് മാത്രമേ എല്ലാ പ്രോഡക്റ്റും എടുത്തിട്ടുള്ളൂ. സോ നമ്മുടെ ബേസ് മേക്കപ്പ് ഭയങ്കര സിമ്പിളായി മിനിമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസിലെ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാം. സോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഐസിനൊന്ന് കളർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ്, ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈറ്റ് ഷെയ്ഡ്. ഇപ്പം ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നു. ഇത് അത്യാവശ്യം ഒരു സട്ടിലായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ജസ്റ്റ് കയ്യിൽ തന്നെ എടുത്തിട്ട് ഇത് ഇങ്ങനൊന്ന് ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു ഐലിഡ്സിനൊക്കെ കുറച്ച് കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഐസ് ഒന്ന് പോപ്പപ്പ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പാലറ്റിൽ നിന്ന് തന്നെ ഞാനൊരു ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഈ സ്റ്റാർട്ടിങ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഈ ഒരു മിഡിൽ പോർഷൻ വരെ ഒന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് ഒന്നും എടുക്കണ്ട, ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു മസ്കാരയും കൂടെ അപ്ലൈ ചെയ്യാം. മസ്കാര അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ലാഷർ ഒന്ന് തിക്കറായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു കാജൽ എടുത്ത് ഈ ലാഷ് ലൈനിനോട് ചേർന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സ്മഡ്ജ്ഡ് ലൈനർ ലുക്കും പിന്നെ നമ്മുടെ ലാഷസിനൊരു തിക്നെസ്സും ഒക്കെ തോന്നിക്കും. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം.
മസ്കാര ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ലാഷസ് കുറച്ചുകൂടെ നന്നായിട്ട് ഫുള്ളറായിട്ട് തോന്നിക്കും. നമ്മുടെ ആ ഒരു ഐ ലുക്ക് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് വേണം. ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ റിനയുടെ ഒരു PH ബ്ലഷാണ് എടുത്തത്. ആ ഒരു ബ്ലഷ് ഞാൻ നേരത്തെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷിൽ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ബ്ലഷൊക്കെ വളരെ കുറച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്കല്ലേ അത് കൂടിപ്പോന്നൊരു ഭയങ്കര പേടി. ഞാനിങ്ങനെ ഈ ചീക്സിൽ നിന്നേ അപ്ലൈ ചെയ്യുക, ഒരു ചബ്ബി ഫീൽ കിട്ടാൻ വേണ്ടി. നമ്മൾ ബ്ലഷും അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ലിപ്സിലോട്ട് പോവാം. ലിപ്സിൽ ഞാൻ ആദ്യം ഈ ഒരു മാഴ്സിൻ്റെ ഡ്രിപ്പ് ലിപ്പ് മിസ്റ്റ് ഇത് ഞാൻ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തു. ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു 10 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം. കാരണം ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് പിന്നെയും ഡാർക്കർ ആവും ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ കുറച്ച് സമയം നമുക്കൊരു 10 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഷെയ്ഡ് അങ്ങ് വൈപ്പ് ചെയ്ത് കളയാം. ഓക്കെ, ഒരു 10 സെക്കൻഡ്സ് ആയി. നമുക്കിനി ഈ ഒരു ലിപ് ഷെയ്ഡ് ഒന്ന് വൈപ്പ് ചെയ്യാം. കണ്ടോ, അത് വൈപ്പ് ചെയ്താലും ആ ഒരു ടിൻറ്റ് ലിപ്സിലുണ്ടാവും. ഇനി നമുക്കൊരു ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാഴ്സിൻ്റെ ഈ ഒരു ലിപ് ഗ്ലോസ് ആണ് എടുത്തത്. ഈ ഒരു ലിപ് ഗ്ലോസ് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലൊരു ഭംഗിയില്ലേ? പിഗ്മെൻറ്റഡ് ലിപ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഈ ഒരു ലിപ് ഗ്ലോസ് മാത്രം ഇടുമ്പം എൻ്റെ ലിപ്സ് നന്നായിട്ട് പിഗ്മെൻറ്റഡാണ്. നമ്മൾ ചിലപ്പം കറക്റ്റായിട്ട് ഒരു പിങ്കിഷ് ഒരു കളറൊന്നും വരത്തില്ല, ഡാർക്കർ അല്ലേ. അപ്പോൾ അപ്പോഴും ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇത് അപ്ലൈ ചെയ്യുക, എന്നിട്ട് വൈപ്പ് ചെയ്യുക, അപ്പോൾ ആ ഒരു കളർ ഉണ്ടാവും. പിന്നെ ഒരു ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യും. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ? പക്ഷെ എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീലില്ലേ? ഐബ്രോസ് ചെയ്തിട്ടില്ല. ഞാനൊരു ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഐബ്രോസ് ചെയ്യാതിരുന്നത്. കണ്ടോ, ഐബ്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടോ ഫുള്ള് മേക്കപ്പ് ചെയ്തത് ഒരു ഭംഗി വരത്തില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഐബ്രോസും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഡാസ്ലറിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിലെടുത്ത് ഐബ്രോസ് ഫില്ല് ചെയ്യാം. അധികം ഡാർക്കറായിട്ടൊന്നും ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഗ്യാപ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ആ ഒരു ഷേപ്പ് ഒന്ന് വരച്ചെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു പഴയ മസ്കാരയുടെ കൊണ്ട് അതൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഐബ്രോസും കൂടെ ഫില്ല് ചെയ്തപ്പോഴത്തേക്ക് ലുക്ക് കംപ്ലീറ്റ് ആയല്ലേ? സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. ഫേസിൽ ഒട്ടും ഹെവി അല്ല, നമുക്ക് ഡെയിലി ബേസിസിൽ ഇട്ടുകൊണ്ട് പോവാം, ഫങ്ഷൻസിന് വേണമെങ്കിലും ഇട്ടുകൊണ്ട് പോവാം. അപ്പോൾ എന്തായാലും ഈ ഒരു മേക്കപ്പ് ലുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.